കാസർഗോഡ് നിന്ന് സിജു കണ്ണൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം, കാസർഗോഡ് നമ്മുടെ അങ്ങ് വടക്കേ അറ്റത്ത് എങ്ങനെയാണ് ഈ സമരത്തോടുള്ള പ്രതികരണമെന്ന്. സിജു, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ഈ മഹാസമരത്തെ എങ്ങനെയാണ് തൊഴിലാളികൾ ഏറ്റെടുത്തിരിക്കുന്നത്? അതിനോടുള്ള പ്രതികരണം എന്താണ്? മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡാണ്. കാസർഗോഡ് നഗരത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് രാവിലെ ഈ സമയത്തേക്ക് വളരെ സജീവമാകേണ്ട ഒരു സ്ഥലമാണ്, വളരെ പ്രധാനപ്പെട്ട കേന്ദ്രം, കാസർഗോഡിന്റെ ഹൃദയഭാഗം. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, കാസർഗോഡ് പൂർണ്ണമായും ഈ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിശ്ചലമാവുകയാണ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ നിർത്തിയിട്ടത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. യാത്രക്കാർ ആരും തന്നെ ഇവിടെയില്ല. സമാനമായ സ്ഥിതിയാണ് KSRTC ബസ് സ്റ്റാൻഡിലുമുള്ളത്. KSRTCയിൽ നിന്ന് ഒരു ബസ് പോലും ഈ സമരം നിശ്ചയിച്ച സമയത്തിന് ശേഷം സർവീസ് നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകളിലെത്തുന്ന യാത്രക്കാർ കുറവാണ്. സ്വാഭാവികമായും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തെ ജനങ്ങൾ അതേ നിലയിൽ തന്നെ ഉൾക്കൊള്ളുന്നു. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രതിഷേധത്തെ ജനങ്ങൾ വലിയ തോതിൽ അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ, അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യാത്രക്കാരെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നത് സാധാരണ ഹർത്താൽ ദിനങ്ങളിൽ അല്ലെങ്കിൽ പണിമുടക്ക് ദിനങ്ങളിലൊക്കെ കാണാറുണ്ട്. പക്ഷേ അത്തരം കാഴ്ചകളൊന്നും നമുക്ക് കാസർഗോഡ് നിന്ന് എവിടെയൊന്നും കാണാൻ സാധിക്കുന്നില്ല. മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ എവിടെയും കാസർഗോഡ് നിലവിലില്ല. ഏതായാലും കാസർഗോഡ് വലിയ തോതിൽ ഈ സമരത്തെ സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിർമ്മാണ തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന തൊഴിലാളികളെല്ലാം തന്നെ പൂർണ്ണമായും ഇതിനോടൊപ്പം ചേരുന്നു. ബീഡി തൊഴിലാളികൾ, തോട്ടം മേഖലയിലെ ചെറിയ തോതിലാണെങ്കിലും തോട്ടം മേഖല കാസർഗോഡുമുണ്ട്. കാസർഗോഡത്തെ തോട്ടം മേഖലയിലെ എല്ലാവരും ഇതുമായി സഹകരിക്കുന്നു. സ്കീം വർക്കർമാർ, അംഗൻവാടി ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പൂർണ്ണമായും ഈ സമരത്തിനൊപ്പമാണ്. മത്സ്യത്തൊഴിലാളികൾ, തീരദേശ മേഖല പൂർണ്ണമായും നിശ്ചലമായി നിൽക്കുന്നു. കർഷക തൊഴിലാളികളും കൃഷിക്കാരുമെല്ലാം തന്നെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരും തൊഴിലുറപ്പ് തൊഴിലാളികളും സമരത്തിലാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഈ പണിമുടക്ക് പൂർണ്ണമാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള ജില്ല എന്ന നിലയിൽ അതിനെ പൂർണ്ണതോതിൽ സ്വീകരിക്കുന്നു. ചരക്ക് വാഹനങ്ങളുടെ ഒരു നീക്കവും വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപൂർവം ചില വാഹനങ്ങൾ മാത്രമാണ് ഓടുന്നത്. അതിർത്തിയിൽ ദേശീയ പണിമുടക്കായതുകൊണ്ട് തന്നെ സമരം ആരംഭിച്ച സമയം മുതൽ ചരക്ക് വാഹനങ്ങൾ അതാത് സ്ഥലങ്ങളിൽ നിർത്തിയിടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചരക്ക് വാഹനങ്ങളും പൂർണ്ണമായും നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഓട്ടോ ടാക്സി സർവീസുകൾ ഇവിടെയും കാണാൻ സാധിക്കുന്നില്ല. അതിരാവിലെ അല്പം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ഓട്ടോറിക്ഷകളും സർവീസ് നടത്താത്ത ഒരു സാഹചര്യമാണുള്ളത്. കാസർഗോട്ടെ കെല്ല്, അതോടൊപ്പം തന്നെ ഉദുമ സ്പിന്നിംഗ് മിൽ, രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂർണ്ണമായും പ്രവർത്തനം നൽകും. അതോടൊപ്പം തന്നെ KSEB ജീവനക്കാരും ഈ പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട്. വൈദ്യുതി വിതരണം തടസ്സപ്പെടാത്ത നിലയിലാണ് KSEB ജീവനക്കാർ ഇതിന്റെ ഭാഗമാകുന്നത്. സർക്കാർ ജീവനക്കാർ പൂർണ്ണമായും ഏതാണ്ട് എല്ലാ ആളുകളും ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അധ്യാപകരും സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായും നമ്മുടെ സർക്കാർ സ്കൂളുകൾ, അതോടൊപ്പം തന്നെ കോളേജുകളെല്ലാം തന്നെ പൂർണ്ണമായും നിശ്ചലമാകും. ബാങ്കിംഗ് മേഖല, സഹകരണ മേഖല, പൊതുമേഖലാ ബാങ്കുകളെല്ലാം തന്നെ പൂർണ്ണമായും നിശ്ചലമാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് 3.5-4 ലക്ഷം ആളുകൾ ഈ പണിമുടക്കിന്റെ ഭാഗമാകുന്നു എന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ നൽകുന്ന കണക്ക്. BMS ആണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചിരുന്നു, BMS തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ അമർഷം അവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇന്ന് അവർ സ്വാഭാവികമായും നേരിട്ട് ഈ സംയുക്ത ട്രേഡ് യൂണിയന്റെ പരിപാടികളുടെ ഭാഗമാകുന്നില്ലെങ്കിലും പണിമുടക്കി അവരും ഇതിനോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന നിലയിലാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നത്. കാരണം കേന്ദ്ര സർക്കാർ തുടരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അത്രത്തോളം ഭീകരമാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും താഴേക്കിടയിലുള്ള തൊഴിലാളികളെ വരെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ എടുത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ BMS ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും നേരിട്ട് സമരത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നില്ലെങ്കിലും അവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കാസർഗോഡ് ജില്ല പൂർണ്ണമായും ഈ സമരത്തെ ഏറ്റെടുക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ഈ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകുന്നത് സമരം പൂർണ്ണമാകും, കാസർഗോഡ് ജില്ല പൂർണ്ണമായും നിശ്ചലമാകുമെന്നാണ്. വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ
എവിടെയും തുറന്നിട്ടില്ല. ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല, KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ഓട്ടോ, ടാക്സി എല്ലാം തന്നെ പൂർണ്ണമായും വാഹനം നിർത്തിയിട്ടുകൊണ്ട് ഇതുമായി സഹകരിക്കുന്നു. അതിർത്തി കടന്ന് ചരക്ക് വാഹനങ്ങൾ വരുന്നില്ല. എല്ലാ മേഖലയിലും തൊഴിലാളികൾ പൂർണ്ണമായും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു, ശരി, കാസർഗോഡ് നിന്ന് ദൃശ്യങ്ങളും കാഴ്ചകളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. കാസർഗോഡും നിശ്ചലമായി നിൽക്കുകയാണ്. അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആരുമില്ല, എല്ലാം നിശ്ചലമായി നിൽക്കുന്നു. അപ്പോൾ ആ രീതിയിൽ പണിമുടക്കിനോടുള്ള പിന്തുണയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.